ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. നമ്മൾ ഈശോയുടെ പാടുപീടുകളെ ധ്യാനിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഹൃദയവിശുദ്ധി വരുത്തി കാത്തിരിക്കുന്നത് ഉയർപ്പ് ഞായറിന് വേണ്ടിയാണ്. ഇന്ന് രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം നടക്കുന്ന ദിവസമാണ്. എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരേയൊരു ആശ്രയം പരിശുദ്ധ കുർബാനയാണ്. ഇന്നാണ് ബലി നടക്കുന്നതിൻ്റെ ഓർമ്മ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു വലിയ കാര്യമുണ്ട്. ഇന്നു മുതൽ നമ്മൾ നിത്യതയിൽ പിതാപുത്ര പവിത്രാത്മനെ നേരിട്ട് കാണാനുള്ള ഒരു മാർഗം, അത് ഇന്നു മുതൽ തുടങ്ങുകയാണ്. ശുദ്ധീകരണ സ്ഥലം കൂടാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴി സഭ നമുക്ക് വാഗ്ദാനം തന്നിട്ടുള്ള ഒരു വലിയ ദണ്ഡവിമോചനത്തിൻ്റെ ആദ്യത്തെ ദിവസമാണിന്ന്. ഉയർപ്പ് ഞായർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, അതായത് പുതുഞായറിൽ ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2000 ഏപ്രിൽ 30 വാഴ്ത്തപ്പെട്ട ഫൗസ്റ്റീനായെ വിശുദ്ധയായി പ്രഖ്യാപിച്ച ദിവസത്തിൽ ഉയർപ്പ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയെ ദൈവകാരുണ്യത്തിൻ്റെ തിരുനാളായി പ്രഖ്യാപിക്കുകയുണ്ടായി. വിശുദ്ധ ഫൗസ്റ്റീനയായി മാറിയ ഹെലൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിലൂടെ ഈശോ കൊടുത്ത വലിയ വാഗ്ദാനമാണ് ഇന്നു മുതൽ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്. കാരുണ്യമാതാവിൻ്റെ സഭയിൽ അംഗത്വമെടുത്ത വിശുദ്ധ ഫൗസ്റ്റീന എന്ന ഹെലൻ തുണ സഹോദരിയായിട്ടാണ് ചേർക്കപ്പെട്ടത്. അതായത് ഗാർഹിക വേലകൾ ചെയ്ത് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ തുണ സഹോദരിയായിട്ടാണ് ആ മഠത്തിൽ ചേർത്തത്. അടുക്കളപ്പണിയായിരുന്നു അവൾക്ക് അന്ന് കിട്ടിയ ജോലി. അങ്ങനെ ഈ കന്യാസ്ത്രീക്ക്, തുണ സഹോദരിക്ക് മഠത്തിലായിരിക്കുമ്പോൾ താൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നവൾ ഈശോയോട് ചോദിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, നാളെ രാത്രി നിന്നെ അറിയിക്കാം. എന്നിട്ട് പിന്നീട് പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പറ്റി ഒരു വലിയ അനുഭവം അവൾക്ക് കാണിച്ചു കൊടുത്തു. അവളുടെ കാവൽ മാലാഖ തന്നെ അനുഗമിക്കുവാൻ അവളോട് പറഞ്ഞു. ഒരു നിമിഷത്തിനുള്ളിൽ വിശുദ്ധ ഫൗസ്റ്റീന എഴുതുന്നു, ഞാൻ അഗ്നി നിറഞ്ഞ ഒരു സ്ഥലത്തായി. അതിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ കൂട്ടങ്ങൾ. അവർ തീക്ഷ്ണമായി തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ യാതൊരു ഫലവുമില്ല. നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ പറ്റൂ. അവരെ പൊള്ളിക്കുന്ന അഗ്നിജ്വാലകൾ എന്നെ സ്പർശിച്ചില്ല. കാവൽ മാലാഖ എന്നോടൊത്തുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ സഹനം എന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഒരേ സ്വരത്തിൽ അവരെല്ലാം പറഞ്ഞു, ദൈവത്തിനായുള്ള ദാഹമാണ് ഏറ്റവും വലിയ വേദന. പരിശുദ്ധാത്മാവ് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധ മാതാവ് ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു. സാഗരതാരം എന്നാണ് അവർ നാഥയെ വിളിക്കുന്നത്. ഉള്ളിൽ ഞാനൊരു സ്വരം കേട്ടു, എൻ്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല, എന്നാൽ നീതി ഇതാവശ്യപ്പെടുന്നു. അന്നു മുതൽ ഹെലൻ സഹനത്തിൻ്റെ ഈ ആത്മാക്കളോട് വളരെ അടുത്ത ബന്ധം പുലർത്തിപ്പോന്നു. പ്രിയ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ല, ഒരു ഭാവനയല്ല,
അത് സത്യമാണ്. പല വിശുദ്ധരും കണ്ടിട്ടുള്ളതും ജീവിച്ചിരിക്കുന്ന പല വ്യക്തികളും പല സമയങ്ങളിൽ കണ്ടിട്ടുള്ളതുമായിട്ടുള്ളൊരു സത്യം. എന്നാൽ എല്ലാ സത്യങ്ങളും എല്ലാവരാലും അംഗീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തൊക്കെയായാലും സൃഷ്ടിച്ചു വിട്ട തമ്പുരാൻ നീതിമാനാണെങ്കിൽ ചെയ്ത പാപങ്ങൾക്കൊക്കെ പരിഹാരം ആവശ്യപ്പെടും, ഉറപ്പാണ്. കാരണം സ്വർഗത്തിൽ വിശുദ്ധി കൂടാതെ ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല എന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ വചനം തന്നെ പറയുന്നു, അവസാനത്തെ ചില്ലിക്കാശ് പോലും കൊടുത്തു വീട്ടാതെ നിനക്ക് പുറത്തു വരാൻ പറ്റില്ല. നീ ചെറിയ പാപങ്ങളാണോ ചെയ്തത്, അതിന് തക്ക സഹനം കൊടുത്തേ മതിയാകൂ. അല്ലെങ്കിൽ അതിന് തക്ക പരിഹാരം ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടാകണം. ഇതാണ് നീതി. ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിലേക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ നോക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലം തൊടാതെ പോകണമെങ്കിൽ ഭൂമിയിൽ വെച്ച് തന്നെ വിശുദ്ധി കൈവരിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ വാഗ്ദാനങ്ങളുണ്ട്, ദണ്ഡവിമോചനങ്ങൾ. അങ്ങനെ ഒരു മഹാവാഗ്ദാനമാണ് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹാകരുണ, ദൈവകരുണയുടെ ആഴക്കടൽ ഈ ലോകത്തിലേക്ക് തുറന്ന് അയച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു ദണ്ഡവിമോചനം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 1934 ജൂലൈ മാസത്തിൽ യേശു വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞു, കാരുണ്യത്തിൻ്റെ ഈ പെരുന്നാൾ എല്ലാ വർഷവും ഉയർപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യ ഞായറാഴ്ച ആചരിക്കണം, പുതുഞായറിൽ. എൻ്റെ മകളെ, എൻ്റെ അഗ്രാഹ്യമായ കാരുണ്യത്തെപ്പറ്റി സമസ്ത ലോകത്തോടും സംസാരിക്കുക. എല്ലാ ആത്മാക്കൾക്കും ഈ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കരുണയുടെ ആഴക്കടൽ അന്നേ ദിവസം ഞാൻ തുറന്നു തരും. എൻ്റെ കരുണയുടെ ഉറവയിലേക്ക് വരുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻ കടൽ തന്നെ ഒഴുക്കി കൊടുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പാപികൾക്ക് പരിപൂർണ പാപമോചനവും അവർ അർഹിക്കുന്ന പ്രകാരം ശിക്ഷകളിൽ നിന്നുള്ള വിടുതലുകളും ലഭിക്കും. ഒരാത്മാവ് പോലും അതിൻ്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും എന്നെ സമീപിക്കുവാൻ ഭയപ്പെടരുതെന്ന് കർത്താവ് കൽപ്പിച്ചു. കാരുണ്യവാനായ കർത്താവിൻ്റെ മഹത്തായ ഈ വാഗ്ദാനമനുസരിച്ച് അവിടുന്ന് എല്ലാ ആത്മാക്കൾക്കും ഓരോ വർഷവും പുതിയ മാമോദീസ നൽകുന്നു. ശുദ്ധീകരണത്തിനുള്ള ഒരു സുവർണ അവസരമാണ് ഈ മാമോദീസ. അതായത് കഴിഞ്ഞ കാല ജീവിതം എങ്ങനെയായിരുന്നാലും ഈ ആനുകൂല്യമനുസരിച്ച് യഥാർത്ഥ അനുതാപത്തോടെ വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീണ്ടും പാപത്തിൽ വീഴാതെ ജീവിച്ചാൽ ശുദ്ധീകരണ സ്ഥലത്ത് പോകാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതാണെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനത്തിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ അനന്ത കാരുണ്യവും അവിടത്തേക്ക് പാപികളോടുള്ള അതിരറ്റ സ്നേഹവും അത്രമാത്രമാണ്. യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം അത്രയധികമായിട്ട് ദൈവം മനുഷ്യനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പിതാവ് പുത്രനെ പോലും വിട്ടു തന്നത്. അത്രയ്ക്ക് സ്നേഹമാണ് ദൈവത്തിന് തൻ്റെ സൃഷ്ടികളോട്. ആ സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊരു വാഗ്ദാനം ദൈവം ഈ അന്ത്യകാലഘട്ടത്തിൽ വിശുദ്ധ ഫൗസ്റ്റീന വഴി നൽകിയിട്ടുള്ളത്. എല്ലാ വർഷവും കിട്ടുന്ന ഈ മഹാദണ്ഡവിമോചനം പ്രാപിക്കാൻ ഇന്നു മുതൽ നമുക്കൊരുങ്ങാം. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കേട്ടോ. കണ്ടവരും അത് കേട്ടവരും ഈ പാപിയടക്കം
അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലം കൂടാതെ പോകാൻ പറ്റുന്ന കുറുക്ക് വഴികൾ നാം ഇപ്പോഴേ ചെയ്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈശോ പറഞ്ഞു, ഈ ദൈവകരുണയുടെ തിരുനാളിന് നമ്മളെങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ കർത്താവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഈ തിരുനാളിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം? പ്രിയ കൂട്ടുകാരെ, ആദ്യമേയുള്ള ഒരുക്കം നമ്മുടെ ഹൃദയത്തിലാണ് നടക്കേണ്ടത്. നമ്മുടെ ജീവിത രീതി മാറ്റണം. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങണം. പ്രസാദപര അവസ്ഥയിലായിരിക്കണം നമ്മൾ. അതായത് ഒരു ലഘുപാപം പോലും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദണ്ഡവിമോചനം പൂർണ്ണതയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ഇന്നു മുതൽ ചിന്തിച്ചു തുടങ്ങുക, ഏതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള പാപങ്ങൾ, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, ആസക്തികൾ ഏതാണ് എന്ന് കണ്ടുപിടിച്ച് അവയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. നമ്മുടെ പാപങ്ങളെ എല്ലാം കുമ്പസാരത്തിൽ ഏറ്റുപറയുക. അതിനുശേഷം ദൈവകരുണയുടെ ഈശോയുടെ ഛായാപടം വെച്ച് ബഹുമാനിക്കുക. കാരുണ്യത്തിൻ്റെ ജപമാല ചൊല്ലുക. ദൈവകരുണയുടെ നൊവേന ചൊല്ലുക. അതിനുശേഷം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കുന്ന ആ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മാർപ്പാപ്പയുടെ നിയോഗത്തിനായിട്ടുള്ള പ്രാർത്ഥനയും ചൊല്ലി നമുക്ക് ഈ ദണ്ഡവിമോചനം നേടിയെടുക്കാവുന്നതാണ്. ഇത് പുതിയ ഒരു രണ്ടാം മാമോദീസയാണിത് എന്നോർക്കണം. യേശു വിശുദ്ധ ഫൗസ്റ്റീനമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൻ്റെ അന്ത്യനാളുകൾ അടുത്തു വരുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും ഈ കരുണയുടെ തിരുനാളും അതിൻ്റെ പ്രഖ്യാപനവും. അതുപോലെ കരുണയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരണമെന്ന് ഫൗസ്റ്റീനായോടുള്ള ഈ അറിയിപ്പും എല്ലാം ലോകത്തിൻ്റെ അന്ത്യനാളുകൾ അടുത്തു വരുന്നു എന്നതിൻ്റെ അടയാളമാണെന്ന്. കാരണം ന്യായവിധിയുടെ ദിവസം സമാഗതമാകുമ്പോൾ നീതിയുടെ ന്യായാധിപനായി വരുന്നതിന് മുൻപ് ആദ്യമായി കരുണയുടെ രാജാവായി എന്നെ തന്നെ വെളിപ്പെടുത്തും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കരുണയുടെ രാജാവായി ദൈവകരുണയുടെ തിരുനാൾ പ്രഖ്യാപിച്ചതോടെ ദൈവം കരുണയുടെ രാജാവായി വെളിപ്പെട്ട് കഴിഞ്ഞു. ഇനി ന്യായവിധിയിൽ നീതിയുടെ ന്യായാധിപനായിട്ടാണ് വരിക. അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൻ്റെ അന്ത്യനാളുകൾ അടുത്തു വരുന്നു എന്ന് തന്നെയാണ്. ഈശോ പറഞ്ഞു, കരുണയുടെ വാതിലിൽ കൂടി പ്രവേശിക്കാൻ ശ്രമിക്കാത്തവർ നീതിയുടെ വാതിലിൽ കൂടെ പ്രവേശിക്കേണ്ട വരും. ഇപ്പോൾ എൻ്റെ കരുണയുടെ സമയം നീട്ടിത്തരികയാണ്. എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം ഗ്രഹിക്കാത്തവനെ അയ്യോ ദുരിതം. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും വ്യക്തമായി കർത്താവ് മനുഷ്യരോട് സംസാരിക്കുകയാണ്. എന്തിനാണെന്നാണോ? എത്രയും വേഗം മാനസാന്തരപ്പെട്ട് ദൈവകരുണയുടെ ആഴക്കടലിലേക്ക് നമ്മൾ ഓടി അണയണം. എന്നിട്ട് എല്ലാ ദണ്ഡവിമോചനങ്ങളും പ്രാപിച്ചെടുത്ത് ഒരാളുടെ ആത്മാവ് പോലും നശിക്കാതെ പിതാവുമൊത്ത് നിത്യം വസിക്കാൻ വേണ്ടിയാണ് ഈശോ ഈ കരുണ നമുക്ക് തരുന്നത്. ഈ കരുണ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അടുത്ത വർഷം ഇതിന് നമ്മൾ ഉണ്ടായിട്ടില്ലെങ്കിലോ? അതുകൊണ്ട് ജാഗ്രതയോടെ ഫൗസ്റ്റീനാമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇന്ന് 1-ാം ദിവസമാണ്. ദുഃഖവെള്ളിയാഴ്ച മുതലാണ് ഈ നൊവേന തുടങ്ങേണ്ടത്. ഇന്ന് 1-ാം ദിവസം മനുഷ്യവർഗത്തെ മുഴുവനും, പ്രത്യേകിച്ച് സകല പാപികളെയും യേശുവിൻ്റെ കരുണക്കടലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഇന്ന്
മനുഷ്യവർഗത്തെ മുഴുവൻ നമുക്ക് സകല പാപികളെയും യേശുവിൻ്റെ കരുണക്കടലിൽ സമർപ്പിക്കാം. നമുക്ക് ഈ നൊവേന പ്രാർത്ഥന ചൊല്ലാം. ഇന്ന് മനുഷ്യവർഗത്തെ മുഴുവനും പ്രത്യേകിച്ച് സകല പാപികളെയും എൻ്റെ പക്കൽ കൊണ്ടുവന്ന് അവരെയെല്ലാം എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. ആത്മാക്കൾ നശിച്ചു പോകുന്നതിൽ എനിക്കനുഭവപ്പെടുന്ന കഠിനമായ എൻ്റെ വേദനയിൽ നീ എന്നെ ആശ്വസിപ്പിക്കും. ഏറ്റവും കരുണയുള്ള യേശുവേ, ഞങ്ങളോട് എപ്പോഴും ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നവനാണല്ലോ അങ്ങ്. ഞങ്ങളുടെ പാപത്തെ നോക്കാതെ അങ്ങയുടെ അനന്ത നന്മയിലുള്ള ഞങ്ങളുടെ ശരണത്തിൽ ദൃഷ്ടിയുറപ്പിക്കുകയും അങ്ങയുടെ ഏറ്റവും ദയയുള്ള തിരുഹൃദയത്തിൽ ഞങ്ങൾക്കൊരിക്കലും വിട്ടുപിരിയാത്ത അഭയം തരികയും ചെയ്യണമെന്ന് പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും അങ്ങയെ ഐക്യപ്പെടുത്തുന്ന അങ്ങയുടെ സ്നേഹത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യപിതാവേ, യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ദയയാൽ ഏറ്റവും വലിയ പാപികളായ ഞങ്ങളോടും മനുഷ്യവർഗം മുഴുവനോടും കരുണ തോന്നണമേ. അങ്ങയുടെ തിരുസുതൻ്റെ ഏറ്റവും സങ്കടകരമായ കഷ്ടതകളെ പ്രതി അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിത്യകാലവും അവിടുത്തെ അനന്തകരുണയുടെ സർവശക്തിയെ വാഴ്ത്തിപ്പുകഴ്ത്തട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്നാം ദിവസത്തെ നൊവേനയാണ് നമ്മൾ ഈ ചൊല്ലിയത്. അതിനോടൊപ്പം ഇന്നു മുതൽ നമുക്ക് വളരെ സൂക്ഷ്മമായി നമ്മളെ പരിശോധിക്കാം. പ്രസാദവരാവസ്ഥയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദണ്ഡവിമോചനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ കർശനമായി നമ്മുടെ ബലഹീനതകളും, മനുഷ്യരല്ലേ, നമുക്ക് പല പാപങ്ങളും ഉണ്ടാകും, അത് നമ്മൾ കണ്ടുപിടിച്ച് അതിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കൃപ തരണമേ എന്ന് വളരെ ഗൗരവമായിട്ട് കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, യാചിച്ചു കൊണ്ടിരിക്കാം നമുക്ക്. അതുപോലെ ഇന്നത്തെ ദിവസം, ഒന്നാം ദിവസം, മനുഷ്യവർഗം മുഴുവനും പ്രത്യേകിച്ച് സകല പാപികളെയുമാണ് നമ്മൾ കരുണക്കടലിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ചയിലത്തെ പ്രാർത്ഥനകൾ മുഴുവൻ മനുഷ്യവർഗത്തിന് വേണ്ടിയും പാപികളായ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടും ഇന്നത്തെ പ്രാർത്ഥനകൾ നമുക്ക് കാഴ്ചവെക്കാം. പറ്റാവുന്ന അത്രയും കരുണക്കൊന്ത ചൊല്ലാൻ ശ്രമിക്കണം. ഈശോ ഫൗസ്റ്റീനാമ്മയോട് കരുണക്കൊന്തയെക്കുറിച്ച് പറഞ്ഞത് കേട്ടാൽ നമ്മൾ അതുമാത്രം ചൊല്ലിയിരിക്കും. കാരണം അത്രയ്ക്കും വലിയ ഓഫറാണ് കർത്താവ് ഈ ദൈവകരുണയുടെ ജപമാലയിലൂടെ നമുക്ക് തരുന്നത്. സൗകര്യപ്പെടുമ്പോഴൊക്കെ നീ ഈ പ്രാർത്ഥന ചൊല്ലണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവകോപത്തെ ശമിപ്പിക്കും. അത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ പിന്നെ കർത്താവ് ഒന്നും തരാതിരിക്കില്ല, എല്ലാം നൽകും, ഒന്നും ബ്ലോക്കാക്കി വെക്കില്ല എന്നാണ് പറയുന്നത്. ഈ ജപമാല അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇങ്ങനെ കാഴ്ചവെക്കാം. ഈ ദുഃഖവെള്ളിയാഴ്ച മുഴുവൻ നമ്മുടെ സാധാരണ പ്രാർത്ഥനകൾ ചൊല്ലിയതിന് ശേഷം ബാക്കിയുള്ള സമയം മുഴുവൻ നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലി മനുഷ്യവർഗം മുഴുവനെയും സകല പാപികളെയും കരുണക്കടലിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ പാപികളായിരിക്കുന്നവരെ നാം അടക്കം ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ലോകം മുഴുവനുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള മനുഷ്യരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലാം. ഇന്ന് നമ്മുടെ മനസ്സ് നിറയെ ലോകം മുഴുവനുമുള്ള പാപികളും ആ പാപത്തിൻ്റെ പരിഹാരവുമായിരിക്കട്ടെ. ദൈവം നമ്മെ ഈശോയുടെ കരുണയുടെ ആഴക്കടലിൽ മുക്കിയെടുക്കട്ടെ. അങ്ങനെ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് നമുക്ക് ശുദ്ധീകരണ സ്ഥലം കൂടാതെ പോകാൻ ശ്രമിക്കാം. നമ്മൾ പാപികളാണ്, നമുക്ക് ലഘുപാപങ്ങൾ ഉണ്ടാകും, ഒക്കെ നമുക്കറിയാം. എങ്കിലും നമ്മൾ എന്തുമാത്രം പ്രയത്നിച്ചു, അതാണ് കർത്താവ് നോക്കുക. നീതി കർത്താവിൻ്റെയാണ്,
അത് ദൈവനീതിക്കനുസരിച്ച് നമുക്ക് ദണ്ഡവിമോചനം കിട്ടും. പക്ഷേ കർത്താവ് നോക്കും, നീ എന്തുമാത്രം ഇതിനു വേണ്ടി സഹിച്ചു. നമുക്ക് സഹിച്ച് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. അന്ത്യകാലം വരുന്നതിനേക്കാൾ മുൻപ് നമുക്ക് കരങ്ങൾ കോർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാലയും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കരുണയുടെ ജപമാലയും ചൊല്ലി ഈശോ പറഞ്ഞ സന്ദേശത്തിനോട് ചെവി കൊടുത്ത് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച, ആദ്യത്തെ ദിവസം നമുക്ക് മനുഷ്യവർഗം മുഴുവനെയും കാഴ്ചവെക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.